ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള മനക്കക്കട് എന്ന് പറയുന്ന ബീച്ചാണ്. നട്ടുച്ച സമയം കേട്ടോ, നല്ല അടിപൊളി ഒരു ബീച്ച് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം, ഞായറാഴ്ച ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നുഴഞ്ഞു കയറിയിട്ടാണ് എത്തിയിട്ടുള്ളത്. നുഴഞ്ഞു കയറി വരിക എന്നൊക്കെ കേട്ടിട്ടില്ല. അതുപോലെ തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വഴിയിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഓരോ എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് ഇവിടെ എത്തിപ്പെട്ടു. അപ്പോൾ ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിലെ കുറച്ച് അടിപൊളി സ്പോട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എന്താവും അവസ്ഥ എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ കുറച്ച് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു യാത്ര. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കിൽ നിന്നാണ് ഈ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം വളാഞ്ചേരി കഴിഞ്ഞ് കുറ്റിപ്പുറം പാലത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ പാസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മുടെ ഭാരതപ്പുഴൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോയി കഴിയുമ്പം പൊന്നാനി ഗുരുവായൂർ റോഡാണ്. ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ എറണാകുളം റോഡാണ്. അപ്പോൾ നമ്മൾ പൊന്നാനി ബീച്ചിലേക്കാണ് നേരെ പോകുന്നത്. പൊന്നാനി ബീച്ചിൽ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. അതുപോലെ അതിനടുത്ത് കുറച്ച് നല്ല ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിന് മുൻപായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ 3000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നല്ല നല്ല അടിപൊളി വീഡിയോസുമായിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിലൂടെ ഇങ്ങനെ സ്ട്രൈറ്റ് നമ്മൾ നേരെ പൊന്നാനിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി പൊന്നാനി പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആ വൈബൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ പൊന്നാനിയിൽ എത്തിയിരിക്കുകയാണ്. പൊന്നാനി ഹാർബറിൻ്റെ ആ ഒരു ഭാഗത്തു കൂടെ ഒക്കെ ഞങ്ങളൊന്ന് വണ്ടി ഓടിച്ച് നോക്കി. പക്ഷെ അവിടെയൊക്കെ ഫുള്ള് ചെക്കിങ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ അങ്ങ് വിട്ടുപിടിച്ച് ഞങ്ങളിപ്പം പൊന്നാനി തന്നെയുള്ള മനക്കക്കടവ് എന്ന് പറയുന്ന ബീച്ചിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നേരെ കാണുന്നത് മനക്കക്കടവ് ബീച്ചാണ്. പൊന്നാനി മെയിൻ ബീച്ച് അല്ല കേട്ടോ, അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് തന്നെ. പൊന്നാനി ബീച്ചിലൊക്കെ ഞാൻ ഒരു 4-5 തവണ പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, വലിയൊരു ആളും ബഹളങ്ങളൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 പേരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല സൈലൻ്റ് ആയിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഏരിയ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇന്നിങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആളുകളൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ബീച്ചിൻ്റെ ഒരു വൈബൊക്കെ ഒന്ന് കുറച്ച് നേരം ആസ്വദിക്കാം. ഇതിന് തൊട്ടടുത്ത് തന്നെ വേറെയും 1-2 സ്പോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിന് ശേഷം നമുക്ക് പരിചയപ്പെടാം. അപ്പം നമുക്കിനി മനക്കക്കടവ് ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് ബീച്ചിലേക്ക് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ഇറങ്ങി ബീച്ചിലേക്ക് കുറച്ച് നേരം ഇറങ്ങിയിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് നമുക്ക് പൊന്നാനി ബീച്ചിൽ തന്നെ പോകണം. അപ്പോൾ ഇവിടെ ശരിക്കും നല്ലൊരു ബീച്ച് എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നല്ലൊരു ഫുൾ ബീച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഫിഷിങ്ങിന് പോകുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം നല്ലൊരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടെ വൈകുന്നേരങ്ങളിൽ വരണം. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അല്പനേരം നമുക്കിവിടെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റും. നല്ല സൈലൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ നല്ല വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ബീച്ചിൽ നിന്ന് കടലിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റടിക്കുമ്പോൾ ആ ഒരു വെയിൽ നമുക്ക് അങ്ങ് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും നല്ല അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം നമ്മളിങ്ങനെ ഈ ബീച്ചിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഇവിടെ കുറച്ച് പേരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് പോയി കാണാം.
അതുപോലെ കുറച്ച് പേരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് അവരുടെ ടൈം പാസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ അതിൻ്റെ ആ ഒരു കുറച്ച് ഭാഗങ്ങളിലേക്കൊക്കെ നടന്ന് ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. നമുക്കെന്തായാലും ഈ പൊന്നാനിക്കടുത്തുള്ള മനക്കക്കടവ് ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ എല്ലാ വർഷവും മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം തിരമാലങ്ങ് അടിച്ച് നമ്മളിവിടെയൊക്കെ മുന്നേ വീടുകളായിരുന്നു. അപ്പോൾ ആ വീടുകളിലേക്കൊക്കെ തിരമാല അടിച്ച് കടലെടുത്ത് പോയിട്ടുള്ള ചുമരിൻ്റെയൊക്കെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട്. അവരിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ അവരെ ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു ലെൻസ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ആ ബീച്ചിൻ്റെ എൻഡിങ്ങിലായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്ക മീൻ പിടിക്കുന്നുണ്ട്. ആൾക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് പോയി നോക്കിയാലോ. അപ്പോൾ ദേ ഇവിടെ ഒരു ഇക്കാക്ക മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമായിട്ട് ആളിങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പുള്ളി മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആൾക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അതിനെ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പിടക്കണ മീനാണ്. ഇപ്പോൾ കടലിൽ നിന്ന് പിടിച്ച മീനാണ്. അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു 2-3 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളിപ്പോൾ മീൻ പിടുത്തം നിർത്തി ഇനി റിട്ടേൺ പോവുകയാണ്. ആൾക്ക് ഇന്നത്തേക്ക് കറി വെക്കാനുള്ള മീൻ ബീച്ചിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ അധികമാരും എത്തിപ്പെടാത്ത ഒരു സ്പോട്ടാണ്. ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി അതുപോലെ ഫ്രണ്ട്സ് കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് അല്പനേരം വിശ്രമിക്കാനും നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണിത്. ഇത് നമ്മൾ പൊന്നാനിയിൽ നിന്ന് തിരൂർ പോകുമ്പോൾ നമ്മുടെ ചമ്രവട്ടം പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് തൊട്ടിപ്പുറമായിട്ട് ഉള്ള ഒരു ലൊക്കേഷനാണ്. ഇവിടെ ഇപ്പം ആളുകളൊക്കെ കുറവാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾ കുറവാണ്. നോർമൽ സിറ്റുവേഷനിലൊക്കെ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല റഷാണ് അനുഭവപ്പെടാറ്. നിറയെ കച്ചവടക്കാരും കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ടൊരു ബഹളമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ആലപ്പുഴയിലൊക്കെ ചെന്നിട്ടുള്ള ആ ഒരു ഫീലാണ്. കുട്ടനാടൻ ഭംഗി, കുട്ടനാട്ടിലെ ആ ഒരു ക്ലൈമറ്റാണ് നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യുക. അപ്പോൾ ഇനി മലപ്പുറം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പൊന്നാനിയിൽ നിന്ന് തിരൂർ പോകുമ്പോൾ ചമ്രവട്ടം പാലം എത്തുന്നതിൻ്റെ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അല്പനേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഇനി ചമ്രവട്ടം പാലം വഴി അങ്ങനെ തിരൂരിലേക്ക് നമ്മുടെ ഈ ഒരു ട്രിപ്പ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കൂടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള 1-2 നല്ല അടിപൊളി സ്പോട്ടുകളാണെന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളങ്ങനെ പൊന്നാനി ചമ്രവട്ടം പാലത്തിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ കണ്ട് ആ ഭംഗിയൊക്കെ അങ്ങനെ ആസ്വദിച്ച് നമ്മൾ തിരൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.